വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ട്. നിവിൻ പോളിക്കെതിരായ വഞ്ചന കേസിന് താൽക്കാലിക സ്റ്റേ അനുവദിച്ച ഹൈക്കോടതി. പുതിയ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപ തട്ടിയെന്നാണ് കേസ്. സംവിധായകൻ എബ്രിഡ് ഷൈനിനെതിരായ കേസ് നടപടികളും സ്റ്റേ ചെയ്തിട്ടുണ്ട്. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഇപ്പോൾ നിവിൻ പോളിക്ക് ആശ്വസിക്കാം, കാരണം വഞ്ചന കേസിൽ താൽക്കാലിക സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് കോടതി. അതെ ദേവിക, തലയോലപ്പറമ്പ് പോലീസ് എടുത്ത വഞ്ചന കേസിലാണ് നിവിൻ പോളിക്ക് എതിരായിട്ടുള്ള എല്ലാ തുടർ നടപടികളും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. നിവിൻ പോളിയെ കൂടാതെ ഈ കേസിലെ 2ാം പ്രതിയായി ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഒരു കേസിനാസ്പദമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, തലയോലപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസിനോട് നിർദ്ദേശം നൽകിയത്. അതായത് എബ്രിഡ് ഷൈനെതിരെയും അതോടൊപ്പം തന്നെ നിവിൻ പോളിക്കെതിരെയും കേസെടുക്കണം, വഞ്ചനാ കുറ്റം ചുമത്തി കേസെടുക്കണം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അതായത് ഈ നിർമ്മാതാവായിരുന്ന ഷംനാസ്, സഹനിർമ്മാതാവായിരുന്ന ഷംനാസ്, അദ്ദേഹത്തിന് 1.9 കോടി രൂപ നൽകാനായിട്ട് ഉണ്ട് എന്നുള്ളതായിരുന്നു ആക്ഷേപം. ആ പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്തു. തുടർന്നായിരുന്നു കോടതി ഈ ഒരു കേസെടുക്കാനായിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തു. ഈ 1.9 കോടി രൂപ എന്ന് പറയുന്നത് ആക്ഷൻ ഹീറോ ബൈജു 2ാം ഭാഗം, അതിൽ പങ്കാളിത്തം നൽകാവുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 1.9 കോടി രൂപ വാഗ്ദാനം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് അത് കൈമാറുകയും ചെയ്തു. പക്ഷെ പിന്നീട് അതിൽ പങ്കാളിത്തമൊന്നും നൽകിയില്ല, വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകി. മഹാവീരൻ സിനിമ അതിന്റെ സഹപങ്കാളിയായിരുന്നു, സഹ നിർമ്മാതാവായിരുന്നു ഷംനാസ്. ആ സമയത്തും തനിക്ക് 95 ലക്ഷം രൂപ നൽകാനുണ്ട് എന്നുള്ളതായിരുന്നു ഷംനാസിന്റെ പരാതി. എന്തായാലും ഈ തലയോലപ്പറമ്പ് പോലീസ് എടുത്ത വഞ്ചനാ കേസിലാണ് ഇപ്പോൾ നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനും ആശ്വാസം നൽകിക്കൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനനുസൃതമായിട്ട് ഈ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്.